സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്വാഗതം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, സത്യമായി ഉയർത്തെഴുന്നേറ്റു. നമ്മളിന്ന് ഫ്രാ ജോസിയ ട്രെൻഹാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം സ്റ്റോപ്പ് ടോർച്ചറിംഗ് യുവർ സെൽഫ്, അതായത് സ്വയം പീഡിപ്പിക്കുന്നത് നിർത്തുക എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, ഇത് ശരിക്കും വരുന്നത് അൺസീൻ വാർഫെയർ എന്നൊരു പുസ്തകത്തിൽ നിന്നാണ്. ലോറൻസോ സ്കൂപ്പോളി എഴുതിയത്. സെന്റ് നിക്കോദിമോസും സെന്റ് തിയോഫാൻ ദി റെക്ലൂസും ഒക്കെ പിന്നീട് പരിഷ്കരിച്ച ആ പുസ്തകം അല്ലേ? അതെ, അത് തന്നെ. ഒരു ആഴമേറിയ ഗ്രന്ഥമാണത്. അപ്പോൾ ഇതിലെ പ്രധാന ആശയം എന്താന്ന് വെച്ചാൽ, നമ്മൾ വീഴ്ചകളിലൊക്കെ പെടുമ്പോൾ സ്വയം കുറ്റം പറഞ്ഞ് ഇരിക്കാതെ എങ്ങനെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാം എന്നതാണ്. ശരിയാണ്. ഈ അൺസീൻ വാർഫെയർ അഥവാ കാണപ്പെടാത്ത യുദ്ധം, പേര് പോലെ തന്നെ ആത്മീയ പോരാട്ടത്തെക്കുറിച്ചുള്ളൊരു പ്രധാന പുസ്തകം തന്നെയാണത്. തീർച്ചയായും. ഫ്രാ ജോസിയ എടുത്തു പറയുന്നൊരു കാര്യം, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം അതൊരു പോരാട്ടമാണ്. എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അത് അവസാനിക്കുകയുമില്ല അല്ലേ? ഇല്ല. പക്ഷെ അതിനെ നെഗറ്റീവായി കാണേണ്ട, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹം കാണിക്കാനും നമുക്ക് വളരാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്തിനാണെന്ന്. പക്ഷേ ഇത് നമ്മളെ ദൈവത്തോടടുപ്പിക്കാനും അവിടുത്തെ വെളിച്ചത്തിൽ രൂപാന്തരപ്പെടാനുള്ള ദൈവഹിതത്തിന്റെ ഭാഗമാണെന്ന് കേൾക്കുമ്പോൾ ഒരാശ്വാസം. ശരിയാണ്. ഇതിലെ ഒരു പ്രധാന ഭാഗം വിശുദ്ധ നിക്കോദിമോസിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഭയങ്കര ശക്തമാണ്. എന്താണത്? ഒരു ദിവസം 1000 തവണ നിങ്ങൾ ക്ഷമിക്കാവുന്ന തെറ്റുകളിൽ വീണാലും, ഒന്ന് ആലോചിച്ചു നോക്കൂ, 1000 തവണ. 1000 തവണയോ? അതെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ വീഴ്ചകളിൽ കിടന്ന് സ്വയം പീഡിപ്പിച്ച് സമയം കളയരുത്. അത് വെറുതെയാണ്, ഒരു പ്രയോജനവുമില്ലാത്ത കാര്യമാണ്. അത് ശരിക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ മതി, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി. അതെ, മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം ആ ചിന്തയിൽ വിഷമിച്ചിരിക്കും. അപ്പൊ ഫ്രീ ജോസി എന്താണ് പറയുന്നത്? വീഴുമ്പോൾ ഞെട്ടരുതെന്നാണോ? പക്ഷെ ഒരു വീഴ്ച പറ്റിയ ഞെട്ടില്ലേ? ഒരു നല്ല ചോദ്യമാണത്. ആ ഞെട്ടൽ അത് ചിലപ്പോൾ നമ്മുടെ ഒരു അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാകാമെന്നാണ് ഫ്രേജോസിയ പറയുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊരു ചിന്ത. നമ്മളെക്കുറിച്ച് വലിയ മതിപ്പ് വെച്ച് പുലർത്തുന്നതുകൊണ്ട്. അതെ, ശരിക്കും താഴ്മയുള്ള ഒരാൾക്ക് സ്വന്തം ബലഹീനതയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവും. അതുകൊണ്ട് വീഴുമ്പോൾ ഞെട്ടുന്നതിനു പകരം ഉടനെ തന്നെ താഴ്മയോടെ ആ അവസ്ഥയൊന്ന് തിരിച്ചറിയാം. അപ്പൊ ആ തിരിച്ചറിവ് എങ്ങനെ വേണം? ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കാമെന്നൊരു സത്യസന്ധമായ വിനയം. അതെ, കൃത്യമായി. ആ ഒരു റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഒട്ടും സമയം കളയരുത്. നേരെ ദൈവത്തിലേക്ക് തിരിയുക, പ്രത്യാശയോടെ. എന്നിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുക, കർത്താവേ, എന്റെ ദൈവമേ, അങ്ങയുടെ കൃപയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിലും മോശമായേനെ. ഞാൻ വീണുപോയി, എനിക്ക് ദുഃഖമുണ്ട്, എന്നോട് ക്ഷമിക്കണേ, അങ്ങയെ വേദനിപ്പിക്കാതിരിക്കാൻ എനിക്ക് ശക്തി തരണേ. ഇങ്ങനെ ഇവിടെ ഊന്നൽ സ്വയം പീഡിപ്പിക്കുന്നതിലല്ല, മറിച്ച് താഴ്മയിലും ദൈവത്തിലേക്കുള്ള തിരിയലിലുമാണല്ലേ? തീർച്ചയായും. സ്വയം പീഡനം വെറും ടൈം വേസ്റ്റാണ്, ഊർജം കളയലാണ്. താഴ്മപ്പെടുകയാണ് വേണ്ടത്. ശരി. പക്ഷെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അടുത്തൊരു ചിന്ത വരും. ദൈവം ശരിക്കും ക്ഷമിച്ചോ? എന്റെ ദുഃഖം ആത്മാർത്ഥമായിരുന്നോ? ആ ഒരു സംശയം വരും. അതും ഒരു ട്രാപ്പാണ്, സ്വയം പീഡിപ്പിക്കാനുള്ള മറ്റൊരു വഴി. ഫ്രാ ജോസിയ പറയുന്നത് ദൈവത്തിന്റെ ആ അനന്തമായ നന്മയിലും സ്നേഹത്തിലും അങ്ങ് വിശ്വസിക്കാനാണ്, പൂർണ്ണമായിട്ട്. അതെ, വിശുദ്ധ പൗലോസ് പറയുന്നില്ലേ, പാപം കൂടിയയിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന്. അപ്പോ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ പിന്നെ സംശയിക്കരുത്. ക്ഷമിച്ചോ ഇല്ലയോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു വിഷമിക്കരുത്. പകരം എന്തു ചെയ്യണം? ശാന്തതയോടെ, ഒന്നും സംഭവിക്കാത്ത പോലെ നിങ്ങളുടെ സാധാരണ കാര്യങ്ങൾ ചെയ്യുക. പ്രാർത്ഥന, ജോലികൾ, അങ്ങനെ. ഇത് 1 മിനിറ്റിൽ 100 തവണ വീണാലും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണോ പറയുന്നത്? അതെ, ഒരു ദിവസം 100 തവണ വീണാലും 100 തവണയും ഇത് തന്നെ ചെയ്യണം. ഒരേ വിശ്വാസത്തോടെ, ഒരേ ധൈര്യത്തോടെ. ഓരോ തവണയും. കാരണം അതാണ് നിങ്ങൾ ദൈവത്തിന്റെ അളവില്ലാത്ത മന്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനം. എന്റെ പാപത്തേക്കാൾ വലുതാണ് അവിടുത്തെ കരുണ എന്ന് നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ ഒരു വലിയ ഭാരമിറങ്ങുന്ന പോലെ. കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ആത്മീയ പുരോഗതി എന്ന് പറഞ്ഞാൽ പിന്നെ വീഴ്ചകളെ ഉണ്ടാവില്ല എന്നാണല്ലോ.
അതൊരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥ പുരോഗതി ഈ പ്രോസസ് തന്നെയാണ്. വീഴുക, താഴ്മയോടെ എഴുന്നേൽക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഇതാണ് വഴി. അപ്പോൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ലെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒട്ടുമില്ല. കാരണം ഈ താഴ്മയും ദൈവത്തിലുള്ള ആശ്രയവുമാണ് ശരിയായ പുരോഗതി. നിങ്ങൾ അറിയാതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്നേഹവും ക്ഷമയും നിങ്ങളുടെ എല്ലാ വീഴ്ചകളെക്കാളും എത്രയോ വലുതാണ്. അത് മറക്കരുത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സ്വയം പീഡിപ്പിക്കുന്നത് നിർത്തുക. വീണു പോകുമ്പോൾ ആ കുറ്റബോധത്തിൽ സമയം കളയരുത്. അതെ, പകരം ഉടനെ താഴ്മയുടെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുക. അവിടത്തെ കരുണയിൽ ആശ്രയിക്കുക. എത്ര തവണ വീണാലും ഇത് തന്നെ ആവർത്തിക്കുക. ദൈവത്തിന്റെ നന്മയ്ക്കും സ്നേഹത്തിനും നിരക്കാത്ത ചിന്തകൾ കൊണ്ട് നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതാണ് ഫ്രാ ജോസിയയുടെ പ്രധാന സന്ദേശം. ഈ ചിന്തകൾ നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മീയ യാത്രയിൽ ഒരു വെളിച്ചമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഒക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ soulful scriptures everyday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ എഴുതാം. തീർച്ചയായും. പോകുന്നതിനു മുൻപ് നിങ്ങൾ ചിന്തിക്കാനായ ഒരു കാര്യം, നമ്മുടെ സ്വന്തം കുറവുകളോടും വീഴ്ചകളോടും ദൈവം ഇത്രയധികം ക്ഷമയും കരുണയും കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുകളോടും കുറവുകളോടും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് ഇത് നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. സത്യമായി ഉയർത്തെഴുന്നേറ്റു.